രണ്ട് രാജാക്കന്മാർ 25-ാം അധ്യായം. യെരൂശലേമിൻ്റെ പതനം. സെദേക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സകല സൈന്യങ്ങളെയും കൂടെ വന്ന് യെരൂശലേമിനെ ആക്രമിച്ച് വീണ്ടും ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി. സെദേക്കിയായുടെ 11-ാം ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ടു കിടന്നു. 4-ാം മാസം 9-ാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി. ജനങ്ങൾ ഭക്ഷിക്കാനൊന്നുമില്ലാതെയായി. കൽദായർ നഗരം വളഞ്ഞിരിക്കുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി. രാജാവിൻ്റെ പടയാളികളും രാജകീയ ഉദ്യാനത്തിനകത്തുള്ള 2 ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു. അരാബയെ ലക്ഷ്യമാക്കിയാണ് അവർ പോയത്. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ ദമനം ചെയ്ത് യെരിക്കോ സമതലത്തിൽ വെച്ച് മറികടന്നു. അപ്പോൾ അവൻ്റെ പടയാളികൾ ചിതറിപ്പോയി. കൽദായ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദേക്കിയുടെ മേൽ വിധി പ്രസ്താവിച്ചു. പുത്രന്മാരെ അവൻ്റെ മുമ്പിൽ വെച്ച് നിഗ്രഹിച്ചു. അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി ദേവാലയം നശിപ്പിക്കുന്നു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ 19-ാം ഭരണവർഷം 5-ാം മാസം 7-ാം ദിവസം അവൻ്റെ അംഗരക്ഷകരുടെ നായകനായ ദാസൻ നെബൂഖദ്നേസർ യെരൂശലേമിൽ വന്നു. അവിടെ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും യെരൂശലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. മാടികൾ കത്തിച്ചാമ്പലായി. അവനോടുകൂടെ ഉണ്ടായിരുന്ന കൽദായ സൈന്യം യെരൂശലേമിന് ചുറ്റുമുള്ള കോട്ടകൾ തകർത്തു. നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനങ്ങളെയും ബാബിലോൺ രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ചിരുന്നവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നെബൂഖദ്നേസർ തൻ്റെ കൂടെ കൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ ഉഴവുകാരായും മുന്തിരിത്തോട്ടക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു. ദേവാലയത്തിൻ്റെ ഊട്ടുസ്തംഭങ്ങളും പീഠങ്ങളും ജലസംഭരണികളും കൽദായ കഷണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കലശങ്ങൾ, കേതുകൾ, കത്രികൾ, ധൂമപ്പാടികൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ, നേരിപ്പാടുകൾ, കോപ്പുകൾ ഇവയെല്ലാം അവൻ കൊണ്ടുപോയി. സ്വർണ്ണമോ വെള്ളിയായോ ഉണ്ടായിരുന്നവയെല്ലാം അവൻ കൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിൽ സോളമൻ നിർമ്മിച്ച 2 സ്തംഭങ്ങൾ, ജലസംഭരണി, പീഠങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിച്ച ഓടിൻ്റെ തൂക്കം നിർണ്ണാതീതമായിരുന്നു. ഒരു സ്തംഭത്തിൻ്റെ ഉയരം 18 മുഴം, അതിനെ 3 മുഴം ഉയരത്തിൽ ഓടുകൊണ്ട് നിർമ്മിച്ച മകുടമുണ്ടായിരുന്നു. അതിന് ചുറ്റും വരപ്പണിയും മാതളനാരകങ്ങളും ഓടുകൊണ്ട് തീർത്തിരുന്നു. വരപ്പണി ചെയ്ത മറ്റ് സ്തംഭങ്ങളും അതുപോലെ തന്നെയായിരുന്നു. ബാബിലോൺ പ്രവാസം. കാവൽഭടന്മാർ മുഖ്യപുരോഹിതനായ അസീറിയായെയും സഹപ്രവർത്തകൻ സെഫനിനെയും വാതിൽ സൂക്ഷിപ്പുകാരെക്കാർ 3 പേരെയും നഗരത്തിൽ നിന്ന് ഒരു സേനാധിപനെയും രാജ്യസഭാംഗങ്ങളിൽ 5 പേരെയും സൈന്യാധിപൻ്റെ കാര്യസ്ഥനെയും ഇവരാണ് ജനത്തെ വിളിച്ചു കൂട്ടിയിരുന്നത്. നഗരത്തിൽ നിന്ന് വേറെ 60 പേരെയും റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. രാജാവ് അവരെ ഹമാത്തോയിൽ വെച്ച് വധിച്ചു. അങ്ങനെ യൂദാ നാടുകടത്തപ്പെട്ടു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യൂദയായിൽ നിർത്തിയിരുന്ന ജനങ്ങളെ ഭരിക്കുവാൻ ഷാഫാൻ്റെ പൗത്രനും അഹീക്കാൻ പുത്രനുമായ ഗദാലിൻ്റെ ദേശാധിപതിയായി നിയമിച്ചു. ബാബിലോൺ രാജാവിൻ്റെ മൃഗധാരിയായ ദേശാധിപതിയാക്കിയെന്ന് അറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സേനാധിപർ സൈന്യസമേതം മിസ്പായിൽ അടുത്തു ചെന്നു. അവൻ നെത്സിയായുടെ മകൻ, യസ്മീനോൻകാരിയായിരുന്ന യോഹന്നാൻ, നെപ്തലോൻകാരനായ നെഹൂമകൻ്റെ മകൻ സിറിയ, മക്കവായുടെ മകൻ ജാസിയ എന്നിവരുമായിരുന്നു. ഗദാലിയ അവരോടും സൈന്യങ്ങളോടും സത്യം ചെയ്തു പറഞ്ഞു, കൽദായ അധികാരികളെ ഭയപ്പെടേണ്ട. നാട്ടിൽ താമസിക്കുവാൻ ബാബിലോൺ രാജാവിനെ സേവിച്ച് നാട്ടിൽ താമസിച്ചുകൊള്ളുവിൻ. എല്ലാം ശുഭമാകും. എന്നാൽ 7-ാം മാസം രാജകുടുംബാംഗമായ എലീഷയുടെ പുത്രനും യത്താമയുടെ പുത്രനായ ഇസ്മായേൽ 10 പേരോടൊപ്പം മിസ്പായിൽ ചെന്ന്
ഗദായനെയും കൂടെ ഉണ്ടായിരുന്ന കാവൽക്കാരെയും ആക്രമിച്ചു വധിച്ചു. കൽദായരെ ഭയപ്പെട്ട് കുലീനം താഴ്ന്നവരുമായ എല്ലാവരും സേനാധിപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു. യൂദാ രാജാവ് യഹോവാക്യൻ്റെ വിപ്രവാസത്തിന് 37-ാം വർഷം ഇബിൽദോബ് ബാബിലോൺ രാജാവായി ഭരണമേൽക്കുകയും ആ വർഷം 12-ാം മാസം 27-ാം ദിവസം യഹോവാവിനെ സൗമനസ്സയോടെ മോചിപ്പിക്കുകയും ചെയ്തു. രാജാവ് അവനോട് കാരുണ്യപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു. അങ്ങനെ യാക്കോബാസിൽ കാരാഗൃഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. രാജാവ് അവന് മരണം വരെ ദൈനംദിന ആവശ്യത്തിന് പണവും നൽകിയിരുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.